അങ്ങും മൻമോഹൻ സിംഗും ഔദ്യോഗിക ജീവിതമൊക്കെ അവസാനിപ്പിച്ച് രണ്ടുപേരും വിശ്രമ ജീവിതത്തിലായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം എന്തെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് കാണാനോ അവസാനം അദ്ദേഹത്തെ കണ്ട നിമിഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ 2-3 മാസങ്ങൾക്കൊരിക്കൽ ഞാൻ ഡൽഹിയിൽ പോകാറുണ്ടായിരുന്നു. പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ കാണുമായിരുന്നു. 1 മാസം മുമ്പും കണ്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രമേഹ രോഗത്തിൻ്റെ അടിമയാണ്. പക്ഷേ ആ പ്രമേഹ രോഗമൊക്കെ ഉണ്ടായിരുന്ന കാലത്തും വളരെ ചുറുചുറുക്കോടുകൂടി അദ്ദേഹത്തിനോട് നടന്ന് സ്റ്റെപ്പ് വെച്ച് പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന രീതിയിൽ അദ്ദേഹം ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഞാൻ അവസാനമായിട്ട് ഏതാണ്ട് 1 മാസം മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നില വളരെ മോശമായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഞാൻ കാണുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഗുരുശരൺ കൗർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ അവസരങ്ങളിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ അവസാനമായിട്ട് കാണുമ്പോൾ മൻമോഹൻ സിംഗ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ശരിക്ക് തിരിയാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ആ സമയത്തൊക്കെ ഗുരുശരൺ കൗർ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു ഇങ്ങനെയാണ്. കേരളത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം തീർച്ചയായിട്ടും കേരളത്തിനോട് വളരെ പ്രത്യേകമായൊരു മമത അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളതിനൊരു സംശയമില്ല. പല സോഴ്സസിൽ നിന്നും അല്ലെങ്കിൽ പല ആളുകൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തിനൊരു ഒരു ചെറിയ വിമർശനം പോലെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചുറ്റിനും കുറേയേറെ മലയാളികളെ കൂട്ടിയിട്ടുണ്ടെന്നൊരു ഒരു പെരുദോഷവും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കേൾക്കുന്നതിനുള്ള അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, ഇങ്ങനെ പറയുന്നുണ്ട് ആളുകൾ, നമ്മളെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കൂടെ മലയാളികളെ ഇവിടെ കൂട്ടിവച്ചിരിക്കുകയാണ്, പ്രധാനമന്ത്രി വളഞ്ഞിരിക്കുകയാണ് മലയാളികൾ എന്ന് ഒരു ധാരണ പക്ഷം ആളുകളിൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ആ വിമർശനത്തെ അദ്ദേഹം കൂട്ടാക്കിയില്ല, തീർച്ചയായിട്ടും ഇല്ല. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള 24 hours എന്ന് പറയത്തക്ക രീതിയിൽ നിഴലായിരുന്നു അദ്ദേഹത്തോട് ഇപ്പോഴും അവിടെ ഉണ്ടാവും ഡൽഹിയിൽ. കേരളത്തിന്റെ ഒരുപാട് വികസന പദ്ധതികളിൽ കയ്യൊപ്പ് ചാർത്തിയ ഒരാൾ കൂടിയാണ്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുന്നത് കൊച്ചി തുറമുഖത്തിൻ്റെ വികസനം, അതുപോലെ കൊച്ചിയെ ഒരു അന്താരാഷ്ട്ര തുറമുഖമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നുള്ളതിലൊരു സംശയമില്ല. എനിക്ക് എടുത്തു പറയാനിപ്പം ആ ഒരു കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ വരിക. കൊച്ചി തുറമുഖത്തിൻ്റെ വികസനമായിട്ട് വെള്ളാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ ഇതൊക്കെ പ്രായോഗികമാക്കുന്നതിൽ അദ്ദേഹം വളരെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു. അതുപോലെ അഴിമല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളുടെ ISROവിൻ്റെ ഒരു സ്ഥാപനം ഇന്നുണ്ട്. ആ സ്ഥാപനവും മൻമോഹൻ സിംഗിൻ്റെ സംഭാവനയാണ്. അധികം ആർക്കും അറിയില്ല, പക്ഷേ സ്പേസ് ടെക്നോളജിയുടെ വികസനത്തിന് വളരെയധികം സഹായകമാകുന്ന ഒരു സ്ഥാപനമാണത്. ഇന്ന് വളരെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയുമധികം എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിച്ചൊരു പ്രധാനമന്ത്രി രാജ്യത്ത് വേറെ ഉണ്ടാവില്ല. ടെലികോം ഇത് കേസുമൊക്കെ ബന്ധപ്പെട്ട് ശരി, അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ന്യായത്തിൽ ഉറച്ചു നിന്നിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ശിഖാന്തം എന്ന് പറഞ്ഞിട്ട് എതിർക്കുന്ന, അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് വരെ എതിർക്കുന്ന ആളുകളോടും അദ്ദേഹം ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിയില്ല എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തോ ഇല്ല, ഞാൻ ഇപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഞാനൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു പ്രകടനത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗുരുശരൺ കൗർ മാഡത്തിനെ കാണാനായിട്ട് പോകും, തീർച്ചയായിട്ടും പോകും. അത് ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം.